ഓക്കെ, എല്ലാവർക്കും ടാലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, നെറ്റിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതാണ് കുറച്ച് നമ്മൾ ലേറ്റായി പോയത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററിയുടെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു അല്ലേ? കുറച്ച് മാത്രം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ നമ്മൾ പഠിച്ചത്? കൾച്ചർ ആൻഡ് നാഷണലിസം എന്നറിയപ്പെടുന്നൊരു 5ാമത്തെ പാഠമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. സംസ്കാരവും ദേശീയത. നമ്മൾ എന്താണ് നാഷണലിസം എന്ന് പറഞ്ഞു, എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞു, ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചു വന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ആദ്യ കാലഘട്ടത്തിൽ നാഷണലിസം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ദേശീയത എന്നറിയപ്പെടുന്നൊരു വികാരം ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ത്യക്കാർക്കിടയിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വിരുദ്ധ മനോഭാവമായിട്ടാണ് ഇന്ത്യക്കാർക്കിടയിൽ എന്തുണ്ടായത്? നാഷണലിസം വളർന്നത്. ഓക്കെ, പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർന്നത്. ഓക്കെ, നമ്മളത് പറഞ്ഞായിരുന്നു. പിന്നെ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്താൻ സഹായിച്ച 5 മേജർ ഫാക്ടേഴ്സാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത സമയത്ത് ഫസ്റ്റ് ഫാക്ടറായ സോഷ്യൽ റിഫോംസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം ഫീലിംഗ് വളർത്താൻ സഹായിച്ച ഫസ്റ്റ് ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയായിരുന്നു? സോഷ്യൽ റിഫോംസ് ആയിരുന്നു. അപ്പോൾ ആ സോഷ്യൽ റിഫോംസിൻ്റെ 2 മേജർ എയിംസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ്, ഇറാഡിക്കേറ്റ് ദി സൂപ്പർസ്റ്റിഷൻ ആൻഡ് അതേപോലെ ഈവിൾസ്, സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യമായിട്ടുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക. അതേപോലെ ഈക്വൽ സിവിൽ റൈറ്റ്സ്, എല്ലാവർക്കും ഒരേപോലെയുള്ള പൗരാവകാശങ്ങൾ പ്രാധാന്യം ചെയ്യുകയും ചെയ്യുക. ഡ്രസ് കോഡ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാവൽ ആയിക്കോട്ടെ, സഞ്ചരിക്കുന്നതിന് വേണ്ടിയോ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് വേണ്ടിയോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ഏതൊരു മേഖല പറയുമ്പോഴും എല്ലാവർക്കും ഒരേപോലെയുള്ള സിവിൽ റൈറ്റ്സ് എന്ത് ചെയ്യുക? പ്രദാനം ചെയ്യുക. പൗരാവകാശം പ്രദാനം ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു. ഇനി ഈ പറഞ്ഞ സോഷ്യൽ റിഫോമേഴ്സ് ചില പ്രപ്പോസൽസ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു. നമ്മൾ പറഞ്ഞു, സമൂഹത്തിലുള്ള ഈ ജാതീയത കാസ്റ്റ് അവസാനിപ്പിക്കുക, പിന്നെ അതേപോലെ എല്ലാവരുടെ റൈറ്റ്സിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. വുമൻസിൻ്റെ റൈറ്റ്സ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? ശ്രമിക്കുക. പിന്നെ വിഡോ റീമാരേജ് പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് അവരെന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. നമ്മൾ അത് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ഇവിടെ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് പറയപ്പെടുന്നത്. രാജാറാം മോഹൻ റോയ്, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ, പണ്ഡിത രമാഭായ്. ഈ 3 പേരുകളാണ് നമ്മൾ പറഞ്ഞത്. അല്പം സ്പീഡിൽ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് രാജാറാം മോഹൻ റോയെ കുറിച്ചാണ്. ഇപ്പോൾ രാജാറാം മോഹനെ കുറിച്ച് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം, ജാതീയതയ്ക്കെതിരെ അദ്ദേഹം കൂടുതലായും പ്രവർത്തിച്ചു. അതേപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ആദ്യമായി പ്രവർത്തിച്ചതും ആരുണ്ടായിരുന്നു? രാജാറാം മോഹൻ റോയ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1829 എന്ത് നിരോധിച്ചത്? സതി നിരോധിക്കുകയും ചെയ്തത്. അതേപോലെ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, ഒരുപാട് വിദ്യാലയ സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചാണ്. അദ്ദേഹം പ്രവർത്തിച്ചത് ബംഗാൾ റീജിയൻസിലായിരുന്നു, ബംഗാൾ പ്രദേശത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1856 വിഡോ റീമാരേജ് ആക്ട്, വിധവ പുനർവിവാഹ നിയമം എന്ത് ചെയ്തത്? പാസ്സാക്കുകയും ചെയ്തത്. ഓക്കെ, അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് കൂടുതലായും പ്രവർത്തിച്ചത്. അദ്ദേഹം എന്ത് ചെയ്യുണ്ടായി? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പല സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി കൂടുതലായും പ്രവർത്തിച്ചത് ആരായിരുന്നു? പണ്ഡിത രമാഭായി ആയിരുന്നു. അവരതിനുവേണ്ടി ശാരദ സദൻ എന്നറിയപ്പെടുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം സ്ഥാപിച്ചു. നമ്മൾ അതും പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് ടെക്സ്റ്റിനകത്ത് തന്നെയുള്ള കുറച്ച് സോഷ്യൽ റിഫോംസിൻ്റെ പേരും അവർ സ്ഥാപിച്ച സംഘടനകളുടെ പേരും നമ്മൾ പറഞ്ഞു പോയി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാം കോമൺ ആയിട്ട് സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളും അസമത്വങ്ങളും അവസാനിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു അവരുടെ കോമൺ ആയിട്ടുള്ള എയിം. അപ്പം നിങ്ങൾ നോക്കാനുള്ളത് ആ പേരും അവർ സ്ഥാപിച്ച സംഘടനകളുടെ പേരും. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ അല്പം ഒന്ന് ലാസ്റ്റ് ഒരു ഏരിയ അല്പം ഒന്ന് ഓടിച്ചു പോയി. ഈ ഒരു സോഷ്യോ റിഫോംസിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു, അവർ ചില പ്രപ്പോസൽസ് മുന്നോട്ട് വച്ചിരുന്നു, ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പലതും എന്ത് ചെയ്യുണ്ടായി? അത് നടപ്പിലാക്കുകയും ചെയ്തു. അതായത് പ്രിവെൻറ്റ് ചൈൽഡ് മാരേജ്, അതായത് കുട്ടികളുടെ നേരത്തെ എന്ത് ചെയ്യുമായിരുന്നു? കല്യാണം കഴിച്ച് അയക്കുമായിരുന്നു. അപ്പോൾ ഒരു ചൈൽഡ് മാരേജ് നമുക്ക് എന്തെങ്കിലും സാധിച്ചു? പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചു. ശൈശവ വിവാഹം നമുക്ക് എന്തെങ്കിലും സാധിച്ചു? തടയാൻ സാധിച്ചു. അതുപോലെ പ്രിവെൻറ്റഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, ഈ ശിശുഹത്യ നമുക്ക് നിരോധിക്കാൻ സാധിച്ചു. അബോളിഷ്ഡ് സ്ലേവറി, അടിമത്തം നമുക്ക് നിരോധിക്കുവാൻ സാധിച്ചു. പെർമിറ്റഡ് വിഡോ റീമാരേജ്, വിധവകൾക്ക് വീണ്ടും
വിവാഹത്തിനുള്ള അനുമതി ലഭിച്ചു. അബോളിഷ്ഡ് സതി പോലെയുള്ള അനാചാരങ്ങൾ എന്ത് ചെയ്തു, സമൂഹത്തിൽ നിന്നും അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു സോഷ്യോ റിഫോംസിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ റൈറ്റ്സ് കിട്ടുന്നത്. നമുക്ക് ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ഫ്രീഡംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് റൈറ്റ്സ് കിട്ടുകയും ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ഇന്ന് പോകുന്നു പുതിയൊരു ഏരിയയിലേക്ക്. പ്രസ്. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം എന്ന ഫീലിംഗ് വളർത്തുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്നാണ് പ്രസ്. പ്രസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 3 മാർക്കാണ് ചോദിച്ചു കാണുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം എന്ന ഫീലിംഗ് വളർത്തുവാൻ പത്രമാധ്യമങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത്, പ്രസ് എങ്ങനെയാണ് സഹായിച്ചത് എന്നാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, പ്രസ്സിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അറിയാവുന്നതാണ്. നിങ്ങളൊക്കെ പത്രം വായിക്കുന്ന കുട്ടികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ മേജറായിട്ടുള്ള വാർത്തകളൊന്നും വായിക്കത്തില്ല. പയ്യന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്മാരെന്ത് ചെയ്യും, സ്പോർട്സ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പിക്ചേഴ്സും അല്ലെങ്കിൽ ചരമകോളങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ പത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് ഫ്രണ്ട് പേജിലായിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ 1-2 പേജിലേക്ക്, ആ പേജിനകത്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വരുന്നത്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഇന്ത്യക്കാർ നേരിട്ട പല പ്രശ്നങ്ങളും അന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത് ഏതിലൂടെയായിരുന്നു, പത്രങ്ങളിലൂടെയായിരുന്നു. അപ്പോൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അറിവ് എന്ത് ചെയ്യും, ലഭിക്കും. അപ്പോൾ ഇതേ സമയത്ത് അന്ന് പത്രങ്ങൾ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസ്റ്റ് ഫീലിംഗ് വളർത്തുവാൻ ഒരുപാട് സഹായിച്ചു. എങ്ങനെയും ചോദിച്ചാൽ ഫസ്റ്റ് പോയിന്റ്, ന്യൂസ് പേപ്പേഴ്സ് കവേഴ്സ് ദി പ്ലൈറ്റ് ഓഫ് ദി ഇന്ത്യൻസ് അണ്ടർ ദി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നതാണ്, ഇന്ത്യക്കാരെ അങ്ങേയറ്റം അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, കൂടുതലായും ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ബ്രിട്ടീഷുകാരുടെ പല ചൂഷണങ്ങളും അടിച്ചമർത്തൽ നയങ്ങളെക്കുറിച്ചും ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതിലൂടെയായിരുന്നു, ഈ പത്രമാധ്യമങ്ങളിലൂടെയായിരുന്നു. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ന്യൂസ് പേപ്പേഴ്സ് കവേഴ്സ് ദി പ്ലൈറ്റ് ഓഫ് ദി ഇന്ത്യൻസ് അണ്ടർ ദി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്ലൈറ്റ് മീൻസ് ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ വളരെ വ്യക്തമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതിലൂടെയായിരുന്നു, ഈ പറഞ്ഞ പ്രസ്സിലൂടെയായിരുന്നു, അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയായിരുന്നു. ഇനി ഈ പത്രങ്ങൾക്ക് അല്ലെങ്കിൽ പത്രങ്ങൾ ആരംഭിച്ച സമയത്ത് ഈ പത്രങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. മേജർ എയിംസ്, ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, പത്രങ്ങൾ ആരംഭിച്ചത്. ഇവിടെ മേജർ എയിംസ് എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് ഓഫ് വേരിയസ് സോഷ്യൽ ഇഷ്യൂ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സോഷ്യൽ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് സാമൂഹികമായ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ ഒരു സാമൂഹിക ബോധം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എന്താ, ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് ഓഫ് വേരിയസ് സോഷ്യൽ ഇഷ്യൂ. നമ്മുടെ സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പബ്ലിക് അവയർനെസ്, ഒരു പൊതുവായിട്ടുള്ള ബോധം വളർത്തിയെടുക്കുക. ഒരുപക്ഷെ നമ്മൾ ഈ പത്രങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ വാർത്തകൾ കാണുമ്പോഴോ എന്ത് ചെയ്യും, നമുക്ക് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കിടയിൽ എന്ത് ചെയ്യും, ഒരു അവബോധം വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ കൊച്ചു പിള്ളേർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവ് കാണത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ വളരെ തോറും നിങ്ങൾ ഓരോ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ബേസ് നിങ്ങൾ കാണുമായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ളൊരു രീതി അല്ലെങ്കിൽ ആ രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം വളർത്തുവാൻ പത്രങ്ങൾ എന്ത് ചെയ്തു, ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഒരു പബ്ലിക് ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക, നമ്മുടെ സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ച്, നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു സോഷ്യൽ അവയർനെസ് ആരിലെത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. അതേപോലെ ടു മോട്ടിവേറ്റ് എവരി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. രണ്ടാമത്തെ പോയിന്റ്, ടു മോട്ടിവേറ്റ് എവരി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പങ്കെടുക്കുവാൻ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അന്ന് ഇന്ത്യക്കൊരു നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദേശീയ പ്രസ്ഥാനം നമുക്കുണ്ടായിരുന്നു. ആ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യുക, എല്ലാ വിഭാഗ ജനങ്ങളെയും എത്തിക്കുക. കാരണം എന്താ, നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു ഫീലിംഗ് നമുക്കിടയിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ നാഷണൽ മൂവ്മെൻറ്റിലേക്ക്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചേരുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു, ടു മോട്ടിവേറ്റ് എവരി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുക, എല്ലാവരെയും എത്തിക്കുക. ഫൈനലി ടു പ്രോംപ്റ്റ് the people to treat the problem anywhere in the country as a national problem. ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്തുള്ള പ്രശ്നം, ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ 28 സ്റ്റേറ്റ് ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണ്.
പക്ഷെ അന്ന് പറഞ്ഞ അന്ന് സ്റ്റേറ്റ് ഇല്ല, അന്ന് പ്രിൻസിലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യമായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അവരെന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള പ്രശ്നമായിക്കോട്ടെ, ആ ഒരു പ്രശ്നം അവിടുത്തെ പ്രശ്നമാണെന്ന് മാത്രം ചിന്തിക്കാതെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതേ പ്രശ്നത്തിൽ എല്ലാവരും എന്ത് ചെയ്യുക? പങ്കെടുപ്പിക്കുക. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്താ? ടു പ്രോംപ്റ്റ് the people to treat the problem anywhere in the country. ഇന്ത്യയിൽ ഏത് ഭാഗത്തുള്ളതായിക്കോട്ടെ, അത് ഇന്ന ഭാഗത്തു നിന്നല്ല, ഇന്ത്യയിൽ ഏത് ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടായാലും അത് എന്തായി കാണുക? ആസ് എ നാഷണൽ പ്രോബ്ലം, അതൊരു ദേശീയ പ്രശ്നമായി കാണുക. അത് ആ ഭാഗത്തുള്ള ആൾക്കാരുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കിടയിലുള്ള ഒരു ബോധം വളർത്തുക. ഇതൊക്കെയായിരുന്നു പത്രങ്ങളുടെ ലക്ഷ്യം. സ്പീഡ് കൂടുന്നുണ്ടോടാ? ഓക്കെ, നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഈ പത്രങ്ങളിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അറിയുവാൻ സാധിച്ചു. അതേപോലെ പത്രങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇന്ത്യയിലെ സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ച് ഒരു പബ്ലിക് അവയർനെസ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള പ്രശ്നത്തെ ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് കണ്ടുകൊണ്ട് അതിൽ പങ്കെടുക്കുക. ഇന്ത്യയിലെ എല്ലാ വിഭാഗ ജനങ്ങളും നാഷണൽ മൂവ്മെൻറ്റിലേക്ക്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പങ്കെടുക്കുകയും ചെയ്യുക. ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ത് ആരംഭിച്ചത്? പത്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അന്ന് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ അത് മാത്രം ചോദിക്കും. നമ്മൾ പഠിച്ച 2 പോയിന്റ് പുറമെ ആ ഒരു ഏരിയ മാത്രം എടുത്ത് നമുക്ക് 3 മാർക്ക് ചോദിക്കും. അതായത് ഇന്ത്യയിലെ പല ഭാഗത്തുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും എന്ത് ചെയ്തു? പത്രങ്ങൾ ആ പത്രങ്ങളോട് വ്യക്തമായ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനകത്തൊരു 5-6 പോയിന്റ് പറയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 3 പോയിന്റ് പഠിച്ചിരുന്നോളുക. അതായത് ഇന്ത്യയിലെ പല ഭാഗത്തുണ്ടായ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, പല ഭാഗത്തുണ്ടായ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വന്നിരുന്ന പല പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ പത്രങ്ങളിലൂടെയായിരുന്നു. അവിടെ എന്തൊക്കെയാണ് പറയപ്പെടുന്നത്? ഡിസ്മിനേറ്റഡ് ഇൻഫർമേഷൻ ഓൺ മസാക്കർ, ഓപ്പറേഷൻ ആൻഡ് റെപ്രസീവ് റൂൾസ് ഇൻ ദ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടായ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയങ്ങൾ അവരെന്ത് ചെയ്തു? പത്രങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെ പല ഭാഗത്ത് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ആക്രമണങ്ങളെക്കുറിച്ചും അടിച്ചമർത്തൽ നയങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുപോലെ പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റഡ് മൂവ്മെൻറ്റ്സ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. സമൂഹം നേരിടുന്ന അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാനും അതിനെതിരെ പോരാടുവാനുമുള്ള ഒരു മനസ്സ് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായി. ഇതേപോലെ 6 പോയിന്റ്, മൊത്തത്തിൽ 6 പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പം, ഞാൻ പോയിന്റ് പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 3 പോയിന്റ് മാത്രം അവിടെ പഠിച്ചിരുന്നാൽ മതി. ഏതെങ്കിലും 3 പോയിന്റ് മാത്രം പഠിച്ചിരുന്നാൽ മതി. അതിന് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻ, അവിടെ മസാക്സ് അല്ലെങ്കിൽ ഈ കൂട്ടക്കൊലകൾ, സപ്രസീവ് മെഷേഴ്സ്, അടിച്ചമർത്തൽ നയങ്ങൾ, അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടായിരുന്ന സൂപ്പർസ്റ്റിഷൻസ്, ഈവിൾസ്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇങ്ങനെയുള്ള പല വാർത്തകളും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതിലൂടെയായിരുന്നു? ഈ പറഞ്ഞ പത്രങ്ങളിലൂടെയായിരുന്നു. അവിടെ അത് കേൾക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളത് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു, അപ്പോൾ വലിയ കുഴപ്പം കാണത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എളുപ്പമുള്ള ആ പോയിന്റ് നോക്കിയുള്ളത്, ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോകുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചത് ഏതിലൂടെയായിരുന്നു? ഈ പറഞ്ഞ പത്രങ്ങളിലൂടെയായിരുന്നു. ഓക്കെ, 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ചില പത്രങ്ങളുടെ പേരും അത് സ്ഥാപിച്ച ആൾക്കാരുടെ പേരും പറയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അത് അഡീഷണൽ നോളജിന് വേണ്ടി ആയിരിക്കും, അധിക വായനയ്ക്ക് വേണ്ടി അത് ഇട്ടിരിക്കുന്നതാണ്. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പൊയ്ക്കൊള്ളുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയപ്പെടുന്ന ജസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അടൽപ്പെടുത്തി വെച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ സാധ്യതയുള്ളൂ. ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാനുള്ളത് ഒന്ന് കേസരി മറാത്ത, നോക്കാനുള്ളത് കേസരി മറാത്ത. ഒന്നാമത്തതാ ടിക്കറ്റ് പോയാൽ മതി. ആ കേസരി മറാത്ത ആ പത്രം ആരംഭിച്ചത് ആരാണ്? കേസരി മറാത്ത. പിന്നെ നോക്കാനുള്ളത് വോയിസ് ഓഫ് ഇന്ത്യ, പിന്നുള്ളത് വോയിസ് ഓഫ് ഇന്ത്യ. അതേപോലെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. അടുത്ത് നോക്കാനുള്ളത് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത്. പിന്നുള്ളത് യങ് ഇന്ത്യ ഹരിജൻ, യങ് ഇന്ത്യ ഹരിജൻ. അതേപോലെ നേഷൻ,
ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഏറ്റവും ജസ്റ്റ് നോക്കുന്നതിന് വേണ്ടി ഈ ഒരു 4-5 പത്രങ്ങളുടെ പേര് പഠിച്ചു വെച്ചാൽ മാത്രം മതിയാവും. ഈ പറഞ്ഞ പത്രങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പല നാഷണൽ ലീഡേഴ്സും ആരംഭിച്ച പത്രങ്ങളാണ്. നമുക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതിയതാ. ഇനി നമ്മൾ നേരെ പോകുന്നതോ ഈ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ, പത്രങ്ങളുടെ മെയിനായിട്ടുള്ള ടാസ്ക് എന്ത് തന്നെയായിരുന്നു? ക്രിട്ടിസൈസ്ഡ് ദ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് മോട്ടിവേറ്റഡ് നാഷണൽ മൂവ്മെൻറ്റ്. 2 കാര്യങ്ങൾ കൂടി എന്തായിരുന്നു? ഒന്ന്, ക്രിട്ടിസൈസ്ഡ് ദ ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടീഷുകാരുടെ പോളിസീസ് എന്ത് ചെയ്യുക? വിമർശിക്കുക. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയെ അങ്ങേയറ്റം അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണമാണ് ബ്രിട്ടീഷുകാർ കാഴ്ചവെച്ചത്. നമ്മളത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. ഹിന്ദു പഠിച്ചാലും കുഴപ്പമില്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതിയിടാം. ഓക്കെ, നമ്മൾ ബ്രിട്ടീഷുടെ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടേഴ്സും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും കാർഷിക മേഖലയും വ്യവസായ മേഖലയും പൂർണ്ണമായി എന്ത് ചെയ്യുകയുണ്ടായി? തകർച്ചയെ നേരിട്ടു. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി? നേരിടുകയുണ്ടായി. അപ്പം ബ്രിട്ടീഷുകാരുടെ ആ ഒരു പോളിസീസ് അല്ലെ അവരുടെ നയങ്ങൾക്കെതിരെയുള്ള ഒരു അല്ലെ ആ നയങ്ങൾ എന്ത് ചെയ്യുക? ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക. ബ്രിട്ടീഷ് നയങ്ങളെ ഫസ്റ്റ് എന്ത് ചെയ്യുകയുണ്ടായി? ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ വിമർശിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റഡ് നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുക? അതിന് കൂടുതൽ പ്രചോദനം നൽകുക. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരൊറ്റ മൈൻഡോട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിൽ പണക്കാരെന്നില്ല, പാവപ്പെട്ടെന്നില്ല, ഒരു വേർതിരിവും പാടില്ല. എല്ലാവരും എന്ത് ചെയ്യുക? ഒറ്റക്കെട്ടായി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തിനെ പ്രോത്സാഹിപ്പിക്കുക? മോട്ടിവേറ്റ് ദി നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുക. മാക്സിമം ആൾക്കാരെ എന്തിലേക്ക് കൊണ്ടുവരിക? ഈ നാഷണൽ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ 2 കാര്യങ്ങൾ കൂടി പത്രങ്ങൾ ചെയ്തിരുന്നു. ഒന്നെന്താ? ക്രിട്ടിസൈസ്ഡ് ദ ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടീഷുകാരുടെ പല പ്രവർത്തനങ്ങളെ അവർ എന്ത് ചെയ്യുകയുണ്ടായി? ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇൻ മോട്ടിവേറ്റഡ് നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തെ അവർ എന്ത് ചെയ്യുകയുണ്ടായി? കൂടുതലായി പ്രചോദനം നൽകുകയും ചെയ്തു. ഇനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ചോദിക്കും. ഒന്നെങ്കിൽ ആ ഒരു ഏരിയ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് എഴുതി വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? പറഞ്ഞു പോകേണ്ടി വരികയും ചെയ്യും. അപ്പോൾ രാജാറാം മോഹനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, ഇന്ത്യൻ നാഷണാലിസം, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതുപോലെ 2 പത്രങ്ങൾ. അപ്പോൾ ആദ്യമായി ഒരു നാഷണലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടോട് കൂടി ഇന്ത്യയിൽ ആദ്യമായി ദേശീയ കാഴ്ചപ്പാടോട് കൂടി പത്രം ഇറക്കിയത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. അപ്പോൾ നാഷണലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്, ദേശീയ കാഴ്ചപ്പാടോട് കൂടി ഇന്ത്യയിൽ ആദ്യമായി പത്രങ്ങൾ ആരംഭിച്ചത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. 2 പത്രങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഒന്ന്, സമ്പദ് കൗമുദി, അത് ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട സമ്പദ് കൗമുദിയും അതേപോലെ പേർഷ്യൻ ഭാഷയിൽ എഴുതിയ മിറാത്തുൽ അക്ബർ. 2 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2 മോണി ദിവസം ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. ഒന്നെന്താണ്? ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട സമ്പദ് കൗമുദിയും അതേപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ട മിറാത്തുൽ അക്ബർ. ഈ 2 പത്രങ്ങളിലൂടെ അത് എന്ത് ചെയ്തു? ഒരു നാഷണലിസം അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ത്യക്കാർക്കിടയിൽ 3 മാർക്കേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതായത് പ്രസ് എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തിയത് അല്ലെങ്കിൽ ദേശീയത വളർത്തിയത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം എന്ന ഫീലിംഗ് വളർത്തുവാൻ സഹായിച്ച ദ മേജർ ഫാക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഇത്? പ്രസ്. ഇനി പ്രസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് ന്യൂസ് പേപ്പേഴ്സ് കവേഴ്സ് ദ പ്ലൈറ്റ് ഓഫ് ദി ഇന്ത്യൻസ് അണ്ടർ ദി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഏതിലൂടെ സാധിച്ചു? ഈ പത്രങ്ങളിലൂടെ സാധിച്ചിരുന്നു. ഇനി പത്രങ്ങളുടെ എയിംസ്, ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇങ്ങനെ പത്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് ഓഫ് വേരിയസ് സോഷ്യൽ ഇഷ്യൂ, സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സോഷ്യൽ അവയർനെസ്, സാമൂഹികമായ ഒരു അവബോധം എന്ത് ചെയ്യുക? ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക. അതേപോലെ ടു മോട്ടിവേറ്റ് എവരിവൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യയിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും എന്തിലേക്ക് എത്തിക്കുക? നാഷണൽ മൂവ്മെൻറ്റിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ളൊരു മനസ്സ് വളർത്തിയെടുക്കുക. ലാസ്റ്റ് പറഞ്ഞ പോലെ ടു പ്രോംപ്റ്റ് ദ പീപ്പിൾ ടു ട്രീറ്റ് ദ പ്രോബ്ലം എനിവെയർ ഇൻ ദ കൺട്രി ആസ് എ നാഷണൽ പ്രോബ്ലം. ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള പ്രശ്നമോ ആയിക്കോട്ടെ, അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ലെന്നും മറിച്ച്
ഒരു സോഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ മൊത്തത്തിലുള്ള ഒരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നത്തിൽ സജീവമായി എന്ത് ചെയ്യുക, ഇടപെടുകയും ചെയ്യുക. ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പത്രങ്ങൾ ഇറങ്ങിയത്. ഇനി പത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അന്ന് നേരിട്ടുന്ന പല പ്രശ്നങ്ങൾ ഇവർ എന്ത് ചെയ്യുകയുണ്ടായി, പത്രങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സപ്രസീവ് പോളിസീസും മസാഗസ് കൂട്ടക്കൊലകളെക്കുറിച്ചും അടിച്ചമർത്തങ്ങളെക്കുറിച്ചും അവിടെ എക്കോണമിക് എക്സ്പ്ലോയിറ്റേഷൻ സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ത്യ നേരിട്ടുന്ന സോഷ്യൽ പരമായിട്ടുണ്ടായിരുന്ന ഒരു ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, സമൂഹത്തിലുണ്ടായിരുന്ന പല പല അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതിലൂടെയായിരുന്നു, ഈ പറഞ്ഞ പത്രങ്ങളിലൂടെ ആയിരുന്നു. പിന്നെ എന്താ, ക്രിറ്റിസൈസ്ഡ് ദ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് മോട്ടിവേറ്റഡ് നാഷണൽ മൂവ്മെന്റ്. ബ്രിട്ടീഷുകാരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ എന്ത് ചെയ്തു, വിമർശിക്കുകയുണ്ടായി അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുകയുണ്ടായി. അത് മാത്രമല്ല ദേശീയ പ്രസ്ഥാനത്തെ മാക്സിമം എന്ത് ചെയ്തു, മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രചോദനം നൽകുകയും ചെയ്തു. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു നാഷണലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവോട് കൂടി, ഒരു ദേശീയ കാഴ്ചപ്പാടോട് കൂടി ആദ്യമായി പത്രം ഇറക്കിയത് ആരായിരുന്നു? രാജാറാം മൗണ്ട്രെ ആയിരുന്നു. അതിന് 2 പത്രങ്ങളാണ്. ഒന്ന് സമ്പദ് കൗമുദിയെ കുറിച്ച് പറഞ്ഞാൽ അത് ബംഗാളി ഭാഷയിലുള്ളതാണ്. അതുപോലെ മിറാത്തുൽ അക്ബർ, അത് പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. ഈ 2 പത്രങ്ങളും നാഷണലിസ്റ്റ് എന്ന കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യക്കാർ ഒരുപാട് പത്രങ്ങൾ അല്ലെങ്കിൽ അന്ന് ബ്രിട്ടീഷ് പത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ പത്രമിറക്കി ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഇന്ത്യയിലെ പല വിഭാഗ ജനങ്ങൾക്കും ക്ലിയർ ആവുന്നില്ലടാ. എല്ലാവർക്കും ഒരേപോലെയാണോ? ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവിടെ നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. നിങ്ങൾ ആ പറഞ്ഞ 2 പേർക്ക് നെറ്റിൻ്റെ പ്രശ്നമാണ് സാധ്യതയുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അവിടെ ക്ലിയർ ഇല്ലാത്ത എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും റേഞ്ചിൻ്റെ പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾ എന്തെങ്കിലും ക്ലാസ് കാണുക, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് ക്ലാസ് അയച്ചു തരും, ബാക്കി നിങ്ങൾ നോക്കി വിടുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അന്ന് എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യക്കാർ ഒരുപാട് പത്രങ്ങൾ പുറത്തിറക്കിയപ്പോൾ അന്ന് ഒരുപാട് ജനങ്ങൾക്ക് നമ്മൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ വന്നാൽ ബ്രിട്ടീഷ് വെറുതെ ഇരിക്കുമോ? ഇല്ല, അവരെന്ത് ചെയ്തു, ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പത്രങ്ങൾ പുറത്തിറക്കുന്നതിനെതിരെ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. നമുക്ക് എക്സാം അങ്ങനെ ചോദിക്കത്തില്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു പോയാൽ മാത്രം മതി. ഇന്ത്യയിലെ പത്രങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഈ ഒപ്രസീവായിട്ടുള്ള പോളിസികളെല്ലാം പത്രങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പത്രങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ പുതിയൊരു നയം കൊണ്ടുവന്നു, ഒരു പോളിസി കൊണ്ടുവന്നു. അതാണ് ഏതോ വെർനാക്കുലർ പ്രസ് ആക്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ടുവന്നപ്പോൾ അത്തരം വാർത്തകൾ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഈ പത്രങ്ങളെ തടയുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഫസ്റ്റ് ബ്രിട്ടീഷ് ഇമ്പോസ് സ്ട്രോങ് മെഷേഴ്സ് ടു കൺട്രോൾ ദി പ്രസ്. ഈ പറഞ്ഞ പത്രങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള ചില നയങ്ങൾ അവരെന്ത് ചെയ്യുണ്ടായി, കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വെർനാക്കുലർ പ്രസ് ആക്ട്. വൈസ്രോയി ആയിരുന്ന ലോർഡ് ലിട്ടൺ ആണ്. നമുക്ക് ആ 1 ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഇന്ത്യയിലെ പത്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പോളിസിയാണ് ഏത് പോളിസി? വെർനാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക പത്രഭാഷ നിയമം. വെർനാക്കുലർ പ്രസ് ആക്ട്. ആ ആക്ട് എന്താണെന്ന് അതിനകത്ത് പറഞ്ഞു പോകുന്നില്ല. എന്താണ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പത്രം പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാരെ അറിയിച്ചിരിക്കണം. അത് ചോദിക്കത്തില്ല, നിങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. ഇവിടെ ക്ലിയർ ഇല്ലാത്തത് അവിടുത്തെ പ്രശ്നമായിരിക്കാനായിട്ട് സാധ്യത. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടായിരിക്കും ക്ലിയർ ആവാത്തത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ തടയുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷർ എന്ത് ചെയ്യുണ്ടായി, ചില നയങ്ങൾ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയപ്പെടുന്നത് വെർനാക്കുലർ പ്രസ് ആക്ട് ആണ്. അത് 1878 ലോർഡ് ലിട്ടൺ ആണ് കൊണ്ടുവന്നത്. ഇത്രയും മാത്രങ്ങൾ അറിഞ്ഞാൽ മതി. അവിടെ എത്രയേ ഉള്ളൂ, അവിടെ എത്രയേ ഉള്ളൂ. പിന്നീട് ലോർഡ് റിപ്പൺ അതെന്ത് ചെയ്യുണ്ടായി, പിൻവലിക്കുകയും ചെയ്തു. ആ ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് എവിടെയെങ്കിലും കുറിച്ച് വെച്ചുകൊള്ളുക. വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലോർഡ് ലിട്ടൺ ആണ്, പക്ഷേ അത് നിർത്തലാക്കിയത് ലോർഡ് റിപ്പൺ ആണ്. റിപ്പൺ പ്രഭുവാണ് എന്ത് ചെയ്തത്, നിർത്തലാക്കുകയും ചെയ്തത്. അതിങ്ങ് ചോദിക്കത്തിൽ നിങ്ങൾ അറിഞ്ഞു പോയാൽ മാത്രം മതി. ടെക്സ്റ്റ് പറയുന്നുമില്ല.
ഇന്ത്യയിലെ പത്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നയമാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. അതെന്താണെന്ന് പറയുന്നത് നിങ്ങൾ അത്രമാത്രം അറിഞ്ഞാൽ മതി. അതാരാ കൊണ്ടുവന്നത്? ലോർഡ് ലിട്ടൺ ആണ് കൊണ്ടുവന്നത്. പിന്നീട് 1882 ലോർഡ് റിപ്പൺ പ്രഭു എന്ത് ചെയ്യുകയുണ്ടായി? അത് പിൻവലിക്കുകയും ചെയ്തു. ഇനി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പത്രം പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരെ അറിയിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യാതൊരു വാർത്തയും അതിനകത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. 1882 വോയിസ് ക്ലിയറിൽ ഒന്നും കേട്ടുകൂടാ. കൊണ്ടുവന്നത് 1882 പിൻവലിച്ചത് റിപ്പൺ. കൊണ്ടുവന്ന നയമാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. അവിടെ അത്രേ പഠിക്കാനുള്ളൂ. അത് കൊണ്ടുവന്ന ലോർഡ് ലിട്ടനാണ് കൊണ്ടുവരികയും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മഴ ആയതുകൊണ്ടാണ് ആ ക്ലാസ് നിർത്തിയത്. അപ്പോൾ അതിന് നമ്മൾ എടുത്ത ഒരു ഏരിയ നമ്മൾ അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മളൊരു പുതിയ ഏരിയ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മഴ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഏരിയ കൂടെ എന്തായാലും ഇന്നെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്താൻ സഹായിച്ച 2 ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സോഷ്യോ റിഫോംസും അതിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? പ്രസ് എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തിയത്, അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തുവാൻ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സഹായിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കാൻ നമുക്ക് സാധിച്ചു, അല്ലെങ്കിൽ പത്രങ്ങൾ വായിച്ചത് കൊണ്ടാണ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അതുപോലെ പത്രങ്ങൾ വായിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിറ്ററസി, സാക്ഷരത വേണം. എഴുതുവാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വായിക്കുവാൻ അറിഞ്ഞിരിക്കണം. അപ്പം അന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു. അന്ന് ഒരുപാട് പ്രദേശം ഇന്നത്തെ പോലെ സ്കൂളുകളോ കോളേജുകളോ ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് എഡ്യൂക്കേഷൻ നൽകിയതും കൂടുതലായിട്ടും ബ്രിട്ടീഷ് എഡ്യൂക്കേഷനാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാർ നമുക്ക് എഡ്യൂക്കേഷൻ നൽകിയത് എന്തിനു വേണ്ടിയാണ്? ബ്രിട്ടീഷുകാരോട് കൂറ് പുലർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നൽകിയത്. പക്ഷേ ആ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ രീതിയിലുള്ള എഡ്യൂക്കേഷൻ വേണമായിരുന്നു. ആ ഒരു തിരിച്ചറിവാണ് ഇന്ത്യയിലെ പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുവാൻ ഇന്ത്യയിലെ പല നേതാക്കന്മാരെയും സഹായിക്കുകയും ചെയ്തത്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്കിടയിലുള്ള നാഷണലിസം വളർത്തി എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഹെൽപ്ഡ് ഇന്ത്യൻസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് കൊളോണിയൽ ഹെഗമണി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണങ്ങളും മറ്റും മനസ്സിലാക്കി അവർക്കെതിരെ പോരാടുവാൻ ഇന്ത്യക്കാർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? നല്ല എഡ്യൂക്കേഷൻ കിട്ടിയതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പം നന്നായി പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നല്ലൊരു ജോലി കിട്ടും. അത് മാത്രമാണ് അല്ല, സമൂഹത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്? എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇതേപോലെ അന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഒരുപാട് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ അല്ല, അന്ന് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തേതായിട്ടുള്ള ചില എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുകയുണ്ടായി? നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. അതിലൂടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കി, ബ്രിട്ടീഷ് ചൂഷണം മനസ്സിലാക്കി അവർക്കെതിരെ പോരാടുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. ഇനി പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഉള്ള അതേ സമയത്ത് തന്നെ നമ്മൾ കൂടുതലായി ശ്രദ്ധ കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ. നമുക്ക് എന്ത് വേണ്ട? ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണ്ട. അതേ സ്ഥാനത്ത് ദേശീയപരമായിട്ടുള്ള സ്കൂളുകൾ ആരംഭിക്കുക, വിദ്യാഭ്യാസം നൽകുക, ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്യുക? നൽകുക. അതിനു വേണ്ടിയുള്ള രീതികൾ നമ്മൾ ആരംഭിക്കുകയും ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി? ആരംഭിക്കുകയും ചെയ്തു. ഇനി എഡ്യൂക്കേഷൻ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നീ പറഞ്ഞ വിദ്യാഭ്യാസം നൽകിയപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? മേജർ എയിംസ് എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് നാഷണലിസം. ഫസ്റ്റ് എന്താണ്? നാഷണലിസം എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, ദേശീയത വളർത്തുക. ഇന്ത്യക്കാരിൽ എന്ത് വളർത്തുക? നാഷണലിസം. പ്രൊമോഷൻ ഓഫ് നാഷണലിസം, ദേശീയത വളർത്തുക. അതേപോലെ തന്നെ ഓപ്പോസിഷൻ ടു സോഷ്യൽ ഈവിൾസ്, സമൂഹം നേരിടുന്ന സമൂഹപരമായിട്ടുള്ള ഒരുപാട് അനാചാരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോഷ്യൽ ഈവിൾസ് അല്ലെങ്കിൽ സാമൂഹ്യ അനാചാരങ്ങൾ, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒരു അവബോധം വളർത്തി അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക. അതേപോലെ തന്നെയാണ് റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. നമുക്ക് എന്ത് വേണ്ട? ഇനി പാശ്ചാത്യ
വിദ്യാഭ്യാസം വേണ്ട, അതിനെ അവഗണിക്കുക, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, അവഗണിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ത്യക്ക് ഇനി വേണ്ടത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ല, പാശ്ചാത്യ വിദ്യാഭ്യാസമല്ല, മറിച്ച് ഇന്ത്യക്കാരുടേതായിട്ടുള്ള സ്കൂളുകളാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി എന്താരംഭിച്ചു? ഒരുപാട് ഇൻഡിജിനിയസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ, ദേശീയപരമായ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി പറയപ്പെടുന്ന ഏരിയ, നിങ്ങൾ ഇത്രയും ബേസിക്കിന് അറിഞ്ഞിരിക്കണം. ഇനി പറയാൻ പോകുന്ന ഏരിയയാണ് നമുക്ക് എല്ലായ്പ്പോഴും എക്സാമിന് ചോദിച്ചു കാണുന്നത്. കാരണം ഒന്നെങ്കിൽ മാത്ത് ഫോളോ ചെയ്യാൻ ചോദിക്കുവോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇന്ത്യക്കാർക്കിടത് ഈ നാഷണലിസം വളർത്തി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും ചോദിക്കുമ്പോഴോ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇനി വരുന്ന ഏരിയയാണ്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിജിനിയസ് എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നാഷണൽ അല്ലെങ്കിൽ ദേശീയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ആരംഭിച്ചു. അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യുകയുണ്ടായി? സ്വദേശീയമായ സ്കൂളുകൾ നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു 6 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് ആരംഭിച്ച ആൾക്കാരും അതിൻ്റെ പ്രത്യേകതയുമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഒന്നാമത്തത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അത് 1884 3 പേര് കൂടി ചേർന്ന് ആരംഭിച്ചതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. അത് 1884 3 പേര്. ആരൊക്കെയാ? JG അഗാർക്കർ, ബാലഗംഗാ തിലക്, MG റാനഡെ. ഈ 3 പേര് ആരൊക്കെയാ? JG അഗാർക്കർ, ബാലഗംഗാ തിലക്, MG റാനഡെ. ഇവർ 3 കൂടി ചേർന്ന് ആരംഭിച്ച ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇനി ഇത് എന്തിനു വേണ്ടിയും ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാ? നാഷണൽ പെർസ്പെക്റ്റീവ്, ദേശീയ കാഴ്ചപ്പാടോട് കൂടി, അല്ലെങ്കിൽ പ്രൊമോട്ട് നാഷണാലിസം, ദേശീയത വളർത്തുക. അപ്പോൾ പ്രൊമോട്ട് നാഷണാലിസം അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ പെർസ്പെക്റ്റീവ്, ദേശീയ കാഴ്ചപ്പാട്, ജനങ്ങൾക്കിടയിൽ ദേശീയ കാഴ്ചപ്പാട് വളർത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഒന്ന്. ഇനി രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വുമൺ യൂണിവേഴ്സിറ്റിയാണ്. രണ്ടാമത്തത് വുമൺ യൂണിവേഴ്സിറ്റിയാണ്, വനിതാ സർവകലാശാലയാണ്. രണ്ടാമത് എന്താ? വുമൺ യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ വനിതാ സർവകലാശാലയാണ്. അത് 1916 DK കാർവെയാണ് ആരംഭിച്ചത്. ആരാ? 1916 DK കാർവെയാണ് എന്താരംഭിച്ചത്? വുമൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അതെന്തിനു വേണ്ടിയാണ്? ആ പേരിന് കിട്ടും നമുക്ക് വുമൺ എംപവർമെന്റ്, സ്ത്രീകളുടെ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി 1916 ആരംഭിച്ച ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതാ? എന്താ പറഞ്ഞ വുമൺ യൂണിവേഴ്സിറ്റി. അത് ആരംഭിച്ചത്? DK കാർവെ ആയിരുന്നു. ഇനി മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി സർവകലാശാല. മൂന്നാമത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. അത് ആരംഭിച്ചത് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അതായത് ഇവിടുത്തെയും നമുക്ക് ഇവിടെയുള്ള എഡ്യൂക്കേഷനും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയൊരു സിസ്റ്റം. നമുക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണം, ഇവിടുത്തെ പുതിയ എഡ്യൂക്കേഷൻ വേണം. രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ എഡ്യൂക്കേഷനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അത് അറിയപ്പെടുന്നത് ഇന്റർനാഷണലിസം, അന്തർദേശീയത. അതിന് ലക്ഷ്യം എന്തായിരുന്നു? ഇന്റർനാഷണലിസം വളർത്തുക, അന്തർദേശീയത വളർത്തുക. ആ ഒരു കാഴ്ചപ്പാടോട് കൂടി ആരംഭിച്ചതാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ഇനി നമ്മൾ നാലാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ജാമിയ മിലിയ ഇസ്ലാമിയ. നാലാമത്തെ ഏതാ? ജാമിയ മിലിയ ഇസ്ലാമിയ. അത് ആരംഭിച്ചത് അലി ബ്രദേശ്, ഷൗക്കത്ത് അലി മുഹമ്മദ് അലി. അലി ബ്രദേശ് ആയിരുന്ന ഷൗക്കത്ത് അലി മുഹമ്മദ് അലി. പിന്നെ സക്കീർ ഹുസൈൻ, അതുപോലെ MA അൻസാരി. ഇവർ ചേർന്ന് ആരംഭിച്ച ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. അതിന്റെ പ്രത്യേകത എന്താ? പ്രൊമോട്ട് സെക്യുലറിസം, മതേതര വിദ്യാഭ്യാസം നൽകുക, പ്രത്യേകിച്ച് മുസ്ലിംസിനിടയിൽ. അപ്പം സെക്യുലറൈസ് അല്ലെങ്കിൽ മതേതരമായ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? ജാമിയ മിലിയ ഇസ്ലാമിയ. ഓക്കെ, അപ്പം 4 പറഞ്ഞു. നമ്മൾ നേരെ പോകുന്നു 5-ാമത്തേലേക്ക്. 5-ാമത്തെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, കേരള കലാമണ്ഡലം. 5-ാമത്തെ കേരള കലാമണ്ഡലം. അത് 1930 തൃശ്ശൂരിലെ ചെറുതുരുത്തിയിൽ ആരംഭിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, അപ്പൊ കേരള കലാമണ്ഡലം ആരംഭിച്ചത് വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു. എന്തിനു വേണ്ടി? പ്രൊമോട്ട് ആർട്ട്, കലയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അന്ന് ആർട്ട് വളരെ കുറവായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമുക്ക് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെയുള്ള ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആർട്ട് പൂർണ്ണമായും തകർച്ചയെ നേരിട്ടു. അപ്പൊ അത്തരത്തിൽ ആർട്ടിനെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയിലെ തനതായിട്ടുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 1930 വള്ളത്തോൾ നാരായണ മേനോൻ എന്താരംഭിച്ചത്? ഈ പറഞ്ഞ കേരള കലാമണ്ഡലം ആരംഭിച്ചത്. ലാസ്റ്റ് വൺ
വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. ലാസ്റ്റ് വൺ വാർധ എഡ്യൂക്കേഷൻ പദ്ധതി. അത് ആരംഭിച്ചത് മഹാത്മാ ഗാന്ധിയാണ്. ലാസ്റ്റ് ആരാ ആരംഭിച്ചത്? മഹാത്മാ ഗാന്ധിയാണ് ആരംഭിച്ചത്. അതിന് പ്രത്യേകം എന്തായിരുന്നു? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ത് ചെയ്യുക, കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഏരിയ എഡ്യൂക്കേഷനാണ്. കുഞ്ഞു ഏരിയയാണ്, എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം വളർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള മനസ്സ് കിട്ടിയത് എഡ്യൂക്കേഷൻ കൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കുവാനും അവർക്കെതിരെ പോരാടാനുള്ള മനസ്സ് ഇന്ത്യക്കാർക്ക് ലഭിച്ചത് നല്ല എഡ്യൂക്കേഷൻ കിട്ടിയതുകൊണ്ടാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തുകൊണ്ടായി? എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്ത് ചെയ്തു? നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചു. കാരണം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടമാണ്, അന്ന് ഒരുപാട് സ്കൂളുണ്ട്, മിക്ക സ്കൂളുകളും ബ്രിട്ടീഷ് സ്കൂളുകളായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് എന്തില്ല, ഇപ്പം നാഷണൽ പാറ്റേൺസിലുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് നാഷണൽ പാറ്റേൺസ് എഡ്യൂക്കേഷൻ, ഒരു ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ദേശീയ നേതാക്കൾ എന്താരംഭിച്ചു? നാഷണൽ പാറ്റേൺസിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുകയും ചെയ്തു. ഇനി അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? പ്രൊമോഷൻ ഓഫ് നാഷണാലിസം, ദേശീയത എന്ത് ചെയ്യുക? വളർത്തുക. ഓപ്പോസിറ്റ് ടു സോഷ്യൽ ഈവിൾസ്, സമൂഹം നേരിടുന്ന സാമൂഹിക അനാചാരങ്ങൾ പൂർണ്ണമായും എതിർക്കുക. അതേപോലെ റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? അവഗണിക്കുകയും ചെയ്യുക. ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുകയും ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് 6 പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്തായിരുന്നു? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അത് 1884 DK കാർവേ, 84 JJ അഗാർക്കർ, MG റാനഡെ, ബാലഗംഗാധര തിലക്. ആരൊക്കെയാ? JJ അഗാർക്കർ, MG റാനഡെ, ബാലഗംഗാധര തിലക് എന്നിവരാണിത് ആരംഭിച്ചത്. ലക്ഷ്യം എന്തായിരുന്നു? നാഷണലിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ പ്രൊമോട്ട് നാഷണാലിസം, ദേശീയത വളർത്തുക, ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. രണ്ടാമത്തേത് DK കാർവേ 1916 ആരംഭിച്ച വുമൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ പേരിൽ കിട്ടും നമുക്ക്. എന്തിനു വേണ്ടിയാണ്? വുമൺ എംപവർമെന്റ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ആരംഭിച്ചതാണ് ഏത്? വുമൺ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ വനിതാ സർവകലാശാല. ആരംഭിച്ചത്? DK കാർവേ ആരംഭിച്ചത്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്, വിശ്വഭാരതി സർവകലാശാലയാണ്. അത് ആരംഭിച്ചത്? 1913 ആരംഭിച്ചത്? രവീന്ദ്രനാഥ് ടാഗോറാണ് ആരംഭിച്ചത്. ഇവിടത്തെയും വെസ്റ്റേൺ രണ്ട് എഡ്യൂക്കേഷൻ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണത് ഇന്റർനാഷണലിസം എഡ്യൂക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്തർദേശീയത വളർത്തുകയും ചെയ്യുക. നമ്മൾ 4 പറയുന്നത് ജാമിയ മിലിയ ഇസ്ലാമിയ ആണ്. അപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിയ ആരംഭിച്ചത് അലി ബ്രദേഴ്സ് ആയിരുന്ന ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, MA അൻസാരി, സക്കീർ ഹുസൈൻ എന്നിവരായിരുന്നു. എന്തിനു വേണ്ടിയാണ്? പ്രൊമോട്ട് സെക്യുലറിസം, മതപര വിദ്യാഭ്യാസം പ്രോത്സാഹനത്തിന് വേണ്ടിയാണിത് ആരംഭിച്ചത്. 5-ാമത്തേത് കേരള കലാമണ്ഡലമാണ്. 1930 വള്ളത്തോൾ നാരായണ മേനോൻ ആരംഭിച്ചത്. എന്തിനാണ്? ടു പ്രൊമോട്ട് ആർട്ട്, കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കലകൾക്ക് ഒരുപാട് നഷ്ടമെന്നും അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കേരള കലാമണ്ഡലം ആരംഭിച്ചത്. ആൻഡ് ഫൈനലി വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ, വാർധ എഡ്യൂക്കേഷൻ പദ്ധതിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിയാണിത് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടി? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക. പഠിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യുക? ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി നൽകുകയും ചെയ്യുക. ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഇന്ത്യക്കാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുടെ എക്സ്പ്ലോയിറ്റേഷൻ മറ്റ് മനസ്സിലാക്കി ഒരുമിച്ച് പോരാടാൻ സാധിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് എഡ്യൂക്കേഷനകത്ത് പറയാനുള്ളത്. അപ്പോൾ നേരത്തെ മഴ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ വിട്ടുപോയത്. കുറച്ചേ ഉള്ളൂ, എളുപ്പമാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ പറഞ്ഞ 6 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും സ്ഥാപിച്ച ആൾക്കാരും അതിൻ്റെ പ്രത്യേകതയും ഏറ്റവും പ്രധാനമായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ.